പാക് അധീന കശ്മീരിൽ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ വൻ പ്രക്ഷോഭം. അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. 70 വർഷത്തിലധികമായി നിഷേധിക്കുന്ന മൌലികാവകാശങ്ങൾക്ക് വേണ്ടിയാണ് പ്രക്ഷോഭമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ശ്യാമ സദാനന്ദൻ നൽകും വിശദാംശങ്ങൾ. ശ്യാമ, പാക് അധീന കശ്മീരിലാണ് ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം. എന്താണ് പറയുന്നത് പ്രതിഷേധക്കാർ? വലിയ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്? ശ്രുതി, സമീപകാല ചരിത്രത്തിൽ പാക് അധീന കശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് ഇപ്പോൾ അവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. POK ഭരണകൂടവുമായും കേന്ദ്രമന്ത്രിമാരുമൊക്കെ നടത്തിയ ചർച്ചകളുടെ തീരുമാനമാവാത്തതിനെ തുടർന്നാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത്. അവർ പ്രതിഷേധക്കാരുടെ പറയുന്ന പ്രധാന കാര്യം പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവഗണനയും ചൂണ്ടിക്കാട്ടിയുള്ള പ്രക്ഷോഭമാണ് തുടങ്ങുന്നത്. പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്ക് പാക് അധിനിവേശ കശ്മീരിന്റെ നിയമസഭയിൽ 12 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. ഇത് നിർത്തലാക്കണമെന്നതാണ് ഈ പ്രക്ഷോഭക്കാരുടെ പ്രധാന ആവശ്യം. ഇത് പ്രാദേശിക ഭരണത്തെ താറുമാറിലാക്കുമെന്നാണ് അവർ പറയുന്നത്. അതിനു പുറമെ സബ്സിഡി നിരക്കിലുള്ള ധാന്യം, ന്യായമായിട്ടുള്ള വൈദ്യുതി നിരക്കുകൾ, മറ്റ് തരത്തിലുള്ള മേഖലയുടെ വികസനം എന്നീ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ ക്യാമ്പയിൻ ഒരു സ്ഥാപനത്തിനും എതിരല്ലെന്നും 70 വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്ന അവകാശങ്ങൾക്കും വേണ്ടിയാണ് ഈ പ്രക്ഷോഭം നടക്കുന്നതെന്നാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാക്കൾ പറയുന്നത്. വളരെ കുറച്ച് നാളുകൾ കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ ചെറിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുണ്ടായിരുന്നു. എന്തായാലും പക്ഷേ പ്രക്ഷോഭത്തെ അതിശക്തമായി നേരിടാൻ തന്നെയാണ് പാക് സർക്കാർ ശ്രമിക്കുന്നത്. 1000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് അവിടെ വിനിയോഗിച്ചിട്ടുള്ളത്. ഇന്റർനെറ്റുകൾ വിച്ഛേദിക്കുകയും റോഡുകളിലെല്ലാം ആയുധമേന്തിയ സൈനികരെ വിനിയോഗിച്ചിട്ടുമൊക്കെയുണ്ട്. പ്രധാന പാതകളൊക്കെ അടച്ചിട്ടുണ്ട്. ആ തരത്തിൽ പ്രക്ഷോഭത്തെ അതിശക്തമായി നേരിടുകയാണ് സർക്കാർ ചെയ്യുന്നത്. പക്ഷേ പ്രക്ഷോഭം നിർത്തില്ല. ആവശ്യങ്ങൾ നേരിടുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് തന്നെയാണ് അവാമി ആക്ഷൻ കമ്മിറ്റിയും അറിയിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.